ഇനി നമുക്ക് ഇതിൽ ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും കൂടി പഠിക്കാം. ഫ്രാൻസിസ് ടർബൈൻ എന്ന് വെച്ചാൽ ലോ ഹെഡ് ഹൈ സ്പീഡ് മിക്സ്ഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈനാണ്. അതായത് വെള്ളം ആക്സിലി എൻ്റർ ചെയ്തിട്ട് റേഡിയലി പുറത്തേക്ക് പോകുന്നതാണ്. പെൽറ്റൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഹൈ ഹെഡായിരുന്നു. ഫ്രാൻസിസ് ലോ ഹെഡാണ്. ഇനി പഠിക്കാവുന്ന കപ്ലാൻ എന്ന് വെച്ചാൽ മീഡിയം ഹെഡാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, വെലോസിറ്റി ട്രയാങ്കിളാണ്. നമ്മൾ കപ്ലാനിൽ പെൽറ്റനിൽ പഠിച്ച പോലെ തന്നെ സെയിം തന്നെയാണ്. VW2 ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് VW2 ഇല്ല. V2 VF2 സെയിം ആണ്. ഓക്കെ, VW2 0 ആണ്. റേഡിയൽ ഔട്ട്ലെറ്റ് ആണ്. ആക്സിയിൽ എൻ്റർ ചെയ്ത് റേഡിയൽ പുറത്തേക്ക് പോകണം. പീറ്റ 90 ഡിഗ്രിയാണ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VW2 0 ആയതുകൊണ്ട് റോ Q ഇൻറ്റു VW1 U1 തന്നെ വരും. ഹൈഡ്രോളിക് എഫിഷ്യൻസി EH എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണർ പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ ആണ്. അപ്പോൾ VW1 U1 ഡിവൈഡ് ബൈ GH എന്ന് വരും. ഇനി ഫ്രാൻസിസ് ടർബൈൻ ഡിസൈൻ ചെയ്യുന്നതിൽ ഫ്ലോ വെലോസിറ്റി ഉണ്ട് VF1 എന്ന് വെച്ച് കഴിഞ്ഞാൽ KF ഇൻറ്റു √2GH. ഈ KF എന്ന് വെച്ചാൽ ഫ്ലോ റേഷ്യോ. പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഫ്ലോ റേഷ്യോ സ്പീഡ് റേഷ്യോ എന്നൊക്കെ തരാം. അപ്പോൾ ഫ്ലോ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ KF, അത് VF1ൻ്റെ ഒപ്പമുള്ളതാണ്. അടുത്ത പെരിഫറൽ വെലോസിറ്റി എന്ന് വെച്ചാൽ U ആണ്. അത് KU ഇൻറ്റു √2GH. KU എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് റേഷ്യോ. ഇനി ഇതാണ് ഒരു ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഷാഫ്റ്റിൻ്റെ ഔട്ടർ ഡയമീറ്റർ D1, ഇന്നർ ഡയമീറ്റർ D2. ഔട്ടറിലെ ബ്രെഡ്ത്ത് B1, ഇന്നറിലെ ബ്രെഡ്ത്ത് VF2. ഇവിടെയുള്ള ഫ്ലോ VF1, അകത്തുള്ള ഫ്ലോ VF2. ഇനി ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു ഫ്ലോ വെലോസിറ്റിയാണ്. അത് ഏരിയ ഇൻറ്റു VF1. ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ എടുക്കുന്നത് VF1 ആണ്, നേരത്തെ പോലെയല്ല. A ഇൻറ്റു VF1. ഇനി അടുത്തത് ഏരിയ ഓഫ് ഫ്ലോ ത്രൂ ഗൈഡ് വെയിൻ. ഏരിയ എന്ന് വെച്ചാൽ പൈ D1 ഇൻറ്റു B1. ഇവിടെ എടുക്കുന്നത് പൈ ഇൻറ്റു D1 ഇൻറ്റു B1 എന്നാണ് എടുക്കുക. അപ്പോൾ ഡിസ്ചാർജ് എന്ത് വരും, പൈ ഇൻറ്റു D1 ഇൻറ്റു B1 ഇൻറ്റു VF1. ഇതേ ഇൻറ്റു VF1. D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് റണ്ണർ അറ്റ് ഇൻലെറ്റ്. B1 എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് റണ്ണർ അറ്റ് ഇൻലെറ്റ്. അല്ലെങ്കിൽ ക്യൂവിന് നമുക്ക് വെയിൻ തിക്നെസ് ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. KT1 ഇൻറ്റു പൈ D1 ഇൻറ്റു B1 ഇൻറ്റു VF1. നമുക്ക് പ്രോബ്ലത്തിൽ ഇപ്പോൾ തിക്നെസ് ഇത്ര % ആണ് എന്ന് തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടി അത് കളഞ്ഞിട്ട് തിക്നെസ് ഇപ്പോൾ 5% തന്നേക്കാണെങ്കിൽ ഈ KT1 എന്തെടുക്കണം, 0.95 എന്ന് എടുക്കുക. 100 - 5 95% മാറ്റുക. 0.95 പൈ D1 B1 VF1 എന്ന് എടുക്കാം. ഇനി റേഷ്യോ നേരത്തെ അവിടെ നമ്മൾ പെൽറ്റനിൽ M പഠിച്ച പോലെ ഇവിടെ ഒരു N ഉണ്ട്. അത് B/D അല്ലെങ്കിൽ B1/D1 എന്നാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫ്രാൻസിസ് ടർബൈൻ്റെ ഫ്രാൻസിസ് ടർബൈൻ വിത്ത് ആൻ ഓവറോൾ എഫിഷ്യൻസി ഓഫ് 75% ഈറ്റ O തന്നിട്ടുണ്ട്. ഇറ്റ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റ് പവറാണ്. വർക്കിംഗ് അണ്ടർ ഹെഡ് ഓഫ് 7.62. പെരിഫറൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തെന്നാ, പെരിഫറൽ വെലോസിറ്റി എന്ന് വെച്ചാൽ U1 തന്നിട്ടുണ്ട്. 0.26 ഇൻറ്റു √2GH. അപ്പോൾ H തന്നേക്കുന്നുണ്ട്, U1 കണ്ടുപിടിക്കാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നേക്കാണ് ഇവിടെ. റേഡിയൽ വെലോസിറ്റി എന്ന് വെച്ചാൽ VF1 അത് തന്നിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കാം. വീൽ റൺസ് അറ്റ് 150 RPM, അതായത് N 150 RPM. ആൻഡ് ഹൈഡ്രോളിക് ലോസ് ഇൻ ദ ടർബൈൻ ആറ്റ് 22% ഓഫ് ദ അവൈലബിൾ എനർജിയുടെ 22% ഹൈഡ്രോളിക് ലോസ് ആണ്. റേഡിയൽ ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VW2 0 ആണ്. ഡിറ്റർമൈൻ ഗൈഡ് ബ്ലേഡ് ആംഗിൾ, vein angle at inlet, diameter of vein at inlet, width of wheel at inlet, ആൽഫ, ഫൈ, തീറ്റ അതൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഈറ്റ H എന്ന് ശരിക്കും എന്താ, ടോട്ടൽ ഹെഡ് അറ്റ് ഇൻലെറ്റ് മൈനസ് ഹൈഡ്രോളിക് ലോസസ് ഡിവൈഡഡ് ബൈ ഹെഡ് അറ്റ് ഇൻലെറ്റ്. അതായത് H മൈനസ് 0.22 ഓഫ് H ഡിവൈഡഡ് ബൈ H. അങ്ങനെയാണ്. H മൈനസ് 0.22 ഇൻറ്റു H ഡിവൈഡഡ് ബൈ H. H നമുക്ക് തന്നിട്ടുണ്ട്. H എത്ര തന്നേക്കുന്നത്, H is given as 7.62. Substitute it and we will find out the value of eta H as 0.78. Then again eta H is also equal to VW1 U1 divided by GH. So substitute 0.78 in the case of eta H, and we can find U1 is already we found out and H is also given. So we can find out the value of VW1. അങ്ങനെ VW1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ടേക്ക് ദ വെലോസിറ്റി ട്രയാങ്കിൾ. ഹിയർ tan alpha is VF1 divided by VW1. VF1, we know the value of VF1 and we know the value of VW1 from here. So we can find the value of alpha. Tan alpha is equal to VF1 by dVW1 or 111.73 divided by 18.39. So alpha is equal to tan inverse. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. Then tan theta is, what is tan theta? Tan theta is, this is theta. Tan theta is VF1 divided by VW1 minus U1. അപ്പോൾ അതിൽ നിന്ന് we can find out the value of theta. VF1 അറിയാം, VW1, U1, we all know all these values, so we can find the value of theta. The next is U1 is equal to pi D1 n by 60.
pi d1 n by 60. So here u1 is u1 we found out, n is given, so we can find out the value of d1. d1 is equal to u1 into 60 divided by pi into n. Then eta O is given as shaft power divided by water power. Eta O is given and shaft power is also given, so we can find the value of water power. Water power is given in kilowatt, so we want to convert it rho g qh divided by 1000. This 1000 is to convert kilowatt into watt, so we can find the value of water power. Then we know the value of water power, substitute it, so we can find the value of q. Qവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ Q is given as pi d1 b1 into vf1, area into vf1. Area is pi d1 b1 into vf1. From this Q is known, d1 is known, vf1 is also known, so we can find out the value of b1. So that is the width at the inlet, width of vlet inlet. Next problem, the following data is given for a Francis turbine. Net head H is given, speed n 700 rpm, shaft power eta O eta H, flow ratio. What is flow ratio? Kf. Then breadth ratio means B by D or B1 by D1. Outer diameter of runner is 2 into inner diameter of runner. Thickness of vanes occupied 5% of circum, that is KT. നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു തിക്നെസ്സിൻ്റെ ഇത് തന്നു കഴിഞ്ഞാൽ ഇതേ -100 - 5 എടുത്തിട്ട് അത് വേണം നമ്മൾ ഇൻറ്റു ചെയ്യാമെന്ന്. ഏരിയ ഓഫ് ദ റണ്ണർ, വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് കോൺസ്റ്റന്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആൻഡ് ഡിസ്ചാർജ് ഇസ് റേഡിയൽ അറ്റ് ഔട്ട്ലെറ്റ് means VW to 0. Determine guide blade angle, runner vane angle at inlet and outlet, diameter of runner at inlet and outlet, width of wheel at inlet. So നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്താൽ H വന്നിട്ടുണ്ട്, N is given, SP that is shaft power, eta O eta H all are given. Then flow ratio, that is VF1 is equal to KF into root of 2GH. So flow ratio is given, so flow ratio is equal to VF1 is equal to KF into root of 2GH. This is the equation. This flow ratio is given for us. So KF is equal to VF1 divided by root of 2GH. VF1 divided by root of 2GH. So we can find out the value of VF1. Then breadth ratio is given, that is B1 by D1 is equal to 0.1. So B1 is equal to D1 into 0.1. And it is given that D1 is 2 times inner diameter. Outer diameter of runner is equal to 2 times inner diameter. So D1 is equal to 2D2. VF1 and VF2 are same, that is it's 0.862. Then thickness of vane is given as 5% of circumferential area of runner. So actual area is KT1 into pi T1 into B1. ഇങ്ങനത്തെ ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ചുമ്മാ പൈ ഇൻറ്റു D1 into B1 ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു വാല്യൂ തന്നേക്കുമ്പോൾ 100 മൈനസ് അത് ചെയ്യുമ്പോൾ 95%, that is 0.95 into pi into D1 into B1 എടുക്കാം. Discharge at outlet is radial, hence VW2 is equal to 0 or VF2 and V2 are same. Then eta O is given as shaft power divided by water power. Eta O is given and shaft power is also given, so we can find the value of water power. Then water power is rho g qh divided by 1000, so we can find the value of Q. Then Q is equal to actual area of flow into velocity of flow, that is 0.95. Area is 0.95 into pi into D1 into B1 into VF1. VF1 value അറിയാം. ഇനി ഇവിടെ നമുക്ക് D1 B1 അറിയില്ല, but B1 is equal to 0.1 D1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So only unknown is D1, so we can find the value of D1. Then B1 is equal to D1 is equal to 0.1, so B1 is equal to 0.1 D1. D1 value അറിയാം, so substitute this, we can find out the value of B1. Then again the same procedure, u1 is equal to pi d1 n by 60. അതിൽ നിന്ന് നമുക്ക് we can find out the value. D1 നമുക്ക് കണ്ടുപിടിച്ചു, ഇവിടെ നമുക്ക് u1 ആണ് ഇല്ലാത്തത്. നേരത്തെ എല്ലാ കേസിലും u1 ഉണ്ട്, അതിൽ നിന്ന് d1 കണ്ടുപിടിക്കുകയായിരുന്നു. But here d1 value of d1 is known, so we can find the value of u1. Then eta h is equal to vw1 u1 divided by gh. From that we can find the value of vwn. Then from the velocity triangle we can find out the value of alpha, theta, phi. Then d1 d2 is d1 is equal to 2d2, so d2 is equal to d1 by 2. Then v1, same procedure. Next is Kaplan turbine. Kaplan turbine, here I will show you a figure. This is Kaplan turbine.
Coupler turbine is a medium head, medium speed axial flow reaction turbine. This is a velocity triangle, same. No VW2, beta is 0. Beta is 90 degree, VW2 is 0. But here U1 and U2 are not equal. Then area is A into VF1, same. Here this is a figure, this is the outer diameter, and this is known as a base or hub. Its diameter is dB, and this is a vein. And its area is given by pi by 4 into d outer diameter minus dB square, d0 square minus dB square, where d0 is the diameter of the runner of the vein at outlet and dB is a Bose diameter. U1, U2, U are all equal, that is equal to pi d0 n by 60. So this is one. So problem, Kaplan turbine working under a head of 20 meter, H is given, develops 11772 kilowatt, shaft power is given, outer diameter D0 is given, and hub diameter or Bose diameter is dB is 1.75 meter. Guide blade angle, that is alpha, is given as 35 degree. Hydraulic and overall efficiency, eta H is 88 and eta O is 84%. If velocity of whirl is 0 at outlet, determine runner vane angle at inlet and outlet at the extreme edge of the runner, speed of the turbine. എല്ലാത്തിലും നമ്മൾ ഫസ്റ്റ് തന്നെ വെലോസിറ്റി ട്രയാങ്കിൾ വരച്ച് വയ്ക്കുക കേട്ടോ, അതിനൊക്കെ മാർക്ക് ഉള്ളതാണ്. ഇനി ഈറ്റ ഒ ഇസ് ഗിവൺ ആ ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ. ഇതിൽ ഈറ്റ ഒ ഇസ് ഗിവൺ ആൻഡ് ഷാഫ്റ്റ് പവർ ഇസ് ഗിവൺ, സോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വാട്ടർ പവർ. സെയിം തന്നെ വാട്ടർ പവർ അറിയാമെങ്കിൽ വാട്ടർ പവർ ഇസ് ഇക്വൽ ടു റോ ജി ക്യു എച്ച് ഡിവൈഡ് ബൈ 1000. ഈ 1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ വാട്ടിന് വാട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്താലും മതി. ദെൻ അപ്പോൾ അതിൽ നിന്ന് ക്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ക്യൂവിൻ്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, പൈ ബൈ 4 ഇൻറ്റു d0 സ്ക്വയർ മൈനസ് dB സ്ക്വയർ ഇൻറ്റു VF1, അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ എന്ന് വെച്ചാൽ പൈ ബൈ 4 ഇൻറ്റു d0 സ്ക്വയർ മൈനസ് dB സ്ക്വയർ ഇൻറ്റു VF1 ആണ്. അതിൽ നിന്ന് VF1 കണ്ടുപിടിക്കുക. d0, dB all are given and we found out the value of Q, so we can find out the value of VF1. Then we take the velocity triangle. From that, tan alpha is equal to VF1 by VW1. VW1 we can find out the value of VW1. Alpha is given. Then eta h is equal to VW1 U1 divided by GH. From that, eta h is given, so we can find out the value of U1. Then take again the velocity triangle. Tan theta is equal to VF1 divided by VW1 minus U1. So we can find out the value of theta. VF1 and VF2 are equal and U1 and U2 are equal. Then we can find out the value of tan phi. Tan phi, take the outlet velocity triangle. Tan phi is VF2 divided by U2. This is VF2. And this is U2 and this is phi. Tan phi is equal to VF2 divided by U2. From that we can find the value of phi. Then we want to find out the speed. For that U is equal to pi d0 n by 60. So U is known, d0 is known, only unknown is n. We can find out the value of n. That's all.